ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മുട്ട നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. പ്രകൃതിദത്ത പോഷകങ്ങളുടെ അത്ഭുത കലവറകളാണ്. പോഷകങ്ങളുടെ പവർ ഹൗസ് എന്ന് ഭക്ഷ്യശാസ്ത്രം വിശേഷിപ്പിച്ച ഭക്ഷ്യോൽപ്പന്നമാണ് കോഴിമുട്ട. മുട്ടയുടെ പോഷക പെരുമയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിൽ മുട്ട ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യവും വിളിച്ചോതി ഒക്ടോബറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ലോക മുട്ട ദിനം ആചരിക്കാറുണ്ട്. മുട്ട പ്രകൃതിദത്ത പോഷകങ്ങളുടെ കലവറ എന്നതായിരുന്നു ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രധാന പ്രമേയമായി ഇന്റർനാഷണൽ എഗ് കമ്മീഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പോഷക രഹസ്യങ്ങൾ ഒളിപ്പിച്ച് മുട്ട. ആരോഗ്യദായകമായതും സമീകൃതമായതുമായ ആഹാരത്തിൽ ഉൾപ്പെടേണ്ട പോഷകങ്ങൾ ബഹുഭൂരിപക്ഷവും അടങ്ങിയ ഉത്തമ ആഹാരമാണ് മുട്ട. കോഴിമുട്ടയിൽ ജലാംശം, മാംസ്യം, കൊഴുപ്പ്, അന്നജം, ധാതുലവണങ്ങൾ എന്നിവയുടെ അളവ് യഥാക്രമം 76.1, 12.6, 9.5, 0.7, 1.1 എന്നിങ്ങനെ ശതമാനമാണ്. മഞ്ഞക്കരുവും വെള്ളയും മാംസ്യത്തിന്റെ സമൃദ്ധമായ കലവറയാണ്. ശരാശരി 50-55 ഗ്രാം തൂക്കമുള്ള ഒരു കോഴിമുട്ടയിൽ 6.3 ഗ്രാമോളം മാംസ്യം മാത്രമാണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ അമിനോ അമ്ലങ്ങൾ എല്ലാം അടങ്ങിയ മികച്ച പ്രോട്ടീൻ സ്രോതസ്സായാണ് മുട്ട പരിഗണിക്കപ്പെടുന്നത്. ആഹാരത്തിലടങ്ങിയ മാംസ്യ മാത്രകൾ എത്രത്തോളം കാര്യക്ഷമമായി ശരീരകലകളായി പരിവർത്തനം ചെയ്യപ്പെടും എന്നതിൻ്റെ സൂചകമാണ് ജൈവിക മൂല്യവും അല്ലെങ്കിൽ ബയോളജിക്കൽ വാല്യൂ. മുലപ്പാലിലടങ്ങിയ മാംസ്യത്തിന്റെ ജൈവിക മൂല്യത്തോട് അടുത്തു നിൽക്കുന്നതാണ് മുട്ടയിലെ ജൈവിക മൂല്യം. 550ഓളം വ്യത്യസ്ത പ്രോട്ടീനുകൾ മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്നും വെള്ളയിൽ നിന്നും ഇതുവരെയും വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്ന് ലോക പ്രശസ്ത ഗവേഷണ ജേണലായ ന്യൂട്രിയൻസിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം പറയുന്നു. എന്നാൽ ഇതിൽ 20ഓളം മാംസ്യമാത്രകളുടെ പ്രവർത്തനത്തെപ്പറ്റി മാത്രമേ ശാസ്ത്രത്തിന് ഇതുവരെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. എത്രയോ പോഷക രഹസ്യങ്ങൾ ഇനിയും മുട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് ചുരുക്കം. ദിവസേന ഒരു മുട്ട കഴിക്കൂ, ഡോക്ടറെ അകറ്റി നിർത്തൂ. മാംസ്യ സമൃദ്ധി മാത്രമല്ല, ധാതുജീവക സമൃദ്ധിയിലും മുട്ടയുടെ മികവ് ഒട്ടും പിന്നിലല്ല. ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം എന്നിവയെല്ലാം 100 ഗ്രാമിൽ 142 മില്ലിഗ്രാം വരെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. കോപ്പർ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, സെലീനിയം, സിങ്ക്, അയഡിൻ തുടങ്ങി മുട്ടയിൽ അടങ്ങിയ മറ്റു ധാതുമൂലക മാത്രകളും ഏറെ. അയണിന്റെയും സിങ്കിന്റെയും സമൃദ്ധിയുള്ളതിനാൽ മുട്ടയുടെ മഞ്ഞക്കരു വിളർച്ച തടയാനുള്ള പ്രതിരോധ ഔഷധമായാണ് പരിഗണിക്കുന്നത്. ജീവകം സി ഒഴിച്ച് സകല ജീവകങ്ങളും മുട്ടയുടെ മഞ്ഞക്കരുവിൽ മറഞ്ഞിരിപ്പുണ്ട്. മുട്ടയുടെ വെള്ളയിലാവട്ടെ ബി വിഭാഗത്തിൽപ്പെട്ട ജീവകങ്ങൾ ധാരാളമായും അടങ്ങിയിരിക്കുന്നു. ഏറെ ആരോഗ്യ ഗുണങ്ങൾ കണക്കാക്കുന്ന കോളിൻ എന്ന ഘടകത്തിന്റെ നിറഞ്ഞ കലവറ കൂടിയാണ് മുട്ട. മഞ്ഞക്കരുവിൽ 100 ഗ്രാമിൽ 680 മില്ലിഗ്രാം വരെയും വെള്ളയിൽ 1 മില്ലിഗ്രാം വരെയും കോളിൻ അടങ്ങിയിട്ടുണ്ട്. നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം, മസ്തിഷ്കത്തിന്റെ വികാസം, എല്ലുകളുടെ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് കോളിൻ. കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമെന്ന് ആരോഗ്യശാസ്ത്രം വിലയിരുത്തുന്ന ലൂട്ടിൻ മാത്രകളും കോളിൻ ഘടകത്തിനൊപ്പം മുട്ടയിലുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുക, പ്രതിരോധ ഗുണം പ്രദാനം ചെയ്യുക, അർബുദ കോശങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധം, രോഗാണുക്കൾക്ക് എതിരെയുള്ള പ്രതിരോധം, നിരോക്സീകരണ ഗുണം തുടങ്ങിയ സ്വഭാവങ്ങളും മുട്ടയിൽ അടങ്ങിയ മാംസ്യമാത്രകളിൽ ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. മുട്ടയേക്കാൾ ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാവുന്ന ഇത്രയും പോഷക സമൃദ്ധമായ മറ്റൊരു ആഹാര സ്രോതസ് ഇല്ലെന്ന് തന്നെ പറയാം. ദിവസേന ഒരു ആപ്പിൾ കഴിക്കൂ, ഡോക്ടറെ അകറ്റി നിർത്തൂ എന്ന പഴമൊഴി ദിവസേന ഒരു മുട്ട കഴിക്കൂ, ഡോക്ടറെ അകറ്റി നിർത്തൂ എന്നാക്കി മാറ്റണമെന്നാണ് ഇന്റർനാഷണൽ എഗ് കമ്മീഷന്റെ കൗതുകകരമായ നിരീക്ഷണം. ഒരാൾ ആരോഗ്യകരമായ ജീവിതത്തിനായി പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് 180 മുട്ടകളെങ്കിലും കഴിച്ചിരിക്കണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർദ്ദേശിക്കുന്നു. കുട്ടികൾക്ക് വർഷത്തിൽ വേണ്ടത് ചുരുങ്ങിയത് 90 മുട്ടകളാണ്. കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളതാണ് അടുത്ത സംശയം. മുട്ട കഴിക്കുന്നത് രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുമെന്ന പേടി ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന വാദത്തെ പുതിയ ആരോഗ്യ ഗവേഷണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ശരീരത്തിന് ഗുണകരമായ മോണോ അൺസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഇനത്തിൽപ്പെട്ട അപൂരിത കൊഴുപ്പുകളാണ് മുട്ടയിലടങ്ങിയ കൊഴുപ്പ് മാത്രകളിൽ മഹാഭൂരിഭാഗവും. അപൂരിത കൊഴുപ്പ് മാത്രകളുടെ ഉയർന്ന അളവ് മുട്ടയെ ആർക്കും കൊഴുപ്പിനെ പേടിക്കാതെ കഴിക്കാവുന്ന സുരക്ഷിതമായ ഭക്ഷണമാക്കി മാറ്റുന്നു. ലിനോലിക് അമ്ലം ഉൾപ്പെടെയുള്ള ആവശ്യം ഫാറ്റി അമ്ലങ്ങളുടെ സാന്നിധ്യവും മുട്ടയിലേറെയുണ്ട്. മുട്ടയുൽപാദനത്തിൽ ഇന്ത്യൻ മുന്നേറ്റം. മുട്ടയുൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ രണ്ടാമതാണ്.
1950-51 കാലഘട്ടത്തിൽ 183 കോടി മാത്രമായിരുന്നു രാജ്യത്തിന്റെ വാർഷിക മുട്ടയുൽപാദനമെങ്കിൽ 2024-25 കാലഘട്ടത്തിൽ എത്തുമ്പോൾ അത് 14,300 കോടി എന്ന വലിയ സംഖ്യയിലേക്ക് കുതിച്ചുകയറി. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി മുട്ട ഉൽപാദനം 8.810% എന്ന തോതിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ സൂചന നൽകുന്നത്. ആന്ധ്രാപ്രദേശും തമിഴ്നാടും തെലങ്കാനയുമാണ് രാജ്യത്തെ മുട്ടയുൽപാദനത്തിൽ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത്.